ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നൈറ്റ് റൂട്ടീൻ പോലെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം എത്രയും ഇപ്പോൾ സമയം 11 മണിയാവും, 10:56 നൈറ്റ്. ഇപ്പോഴാണ് ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നത്. ലൈക്ക് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. പെട്ടെന്ന് എനിക്ക് ഉള്ളിച്ചോറ് തിന്നാനൊരു കൊതി വന്നു. അപ്പോൾ ഞാൻ നാട്ടിലാകുമ്പോൾ സ്ഥിരം ഉണ്ടാക്കി കഴിക്കുമായിരുന്നു ഉള്ളിച്ചോറ്, പിന്നെ നമ്മുടെ ചപ്പാത്തി വെച്ച നൂഡിൽസ് പോലെ. അതൊക്കെ മാസ്റ്റർ പീസ് ഐറ്റമായിരുന്നു. ഇവിടെ വന്നിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ ഒരു കൊതി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട്, നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ രാത്രിയിലാണ് കൂടുതലും പഠിക്കുന്നത്. ചിലർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും രാത്രി പഠിച്ചാലേ തലയിൽ കയറും എന്നുള്ള ആൾക്കാർക്ക്. ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ +2 മുതൽ അങ്ങനെയാണ് പഠിക്കുന്നത്. +2 നീറ്റ് എല്ലാം അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ റൈസ് ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. എന്തായെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഉടനെ തുറന്ന് നോക്കരുത്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. പിന്നെ ഇവിടെ സവാള അരിഞ്ഞ് വെച്ചു, തക്കാളി, ക്യാരറ്റ്, പിന്നെ നമുക്ക് ഇടിക്കുന്ന സാധനമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ഇടിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ ഗൈസ് നമുക്കിപ്പോൾ ഉണ്ടാക്കാം. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സവാള, ക്യാരറ്റൊന്നും ആരും ഇടത്തില്ല, പക്ഷേ എനിക്ക് ക്യാരറ്റ് ഫ്രിഡ്ജിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന്. പിന്നെ കുറച്ച് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ഇത്രയും വേണ്ട, പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കും. ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ചോറ് എവിടെ ഉണ്ട്, ഞാൻ തുറന്നിട്ടില്ല. എനിക്ക് കുക്കർ ഭയങ്കര പേടിയാണ് കേട്ടോ. അതിനെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല തണുത്തിട്ടേ തുറക്കാറുള്ളൂ. എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ നോർമലി ചിക്കൻ കറി പോലും കുക്കറിൽ വെക്കൂല, മറ്റല്ലാത്ത പാത്രത്തിൽ വെച്ചിട്ടാണ് എനിക്കൊരിത്. അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാറ്. പിന്നെ ചോറ് നമുക്ക് വെക്കാൻ റൈസ് കുക്കറില്ല. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വെച്ച് ഇപ്പം കുഴപ്പമില്ല. എന്നാലും ഞാൻ നല്ല തണുത്തിട്ട് അത് തുറക്കൂ. അപ്പം അങ്ങനെ. പിന്നെ എനിക്ക് പോയി ഒരുങ്ങാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടു. കാരണം നമ്മൾ റാൻഡമായിട്ട് വീഡിയോ എടുക്കുന്നതാണല്ലോ. സോ പാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണുള്ളത്. അത് ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല. പിന്നെ നമ്മളുടെ സൺഫ്ലവർ ഓയിൽ കാരിഫോറിൽ നിന്ന് മേടിച്ചതാണ്. അന്ന് ഓഫർ ഉണ്ടായിരുന്നു. 3 or 4 സംതിങ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇതാരെങ്കിലുമൊക്കെ കുക്കിംഗ് അറിയാവുന്നവർ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ശരിക്കും ഉള്ളിച്ചോറ് ഇങ്ങനൊന്നും വാങ്ങിക്കത്തില്ല ഉണ്ടാക്കുന്നത്. ഞാൻ മെയിൻ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മൈക്കിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് അതില്ല. എനിവേ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനല്ല ശരിക്കും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടവും എൻ്റെ ഫ്ലേവറൊക്കെ വെച്ചിട്ട് ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. എനിക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ചട്ടി ചൂടായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം ഐഫോൺ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചാർജ് തീരും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനൊരു പ്രശ്നമുണ്ട്. എനിവേ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ചട്ടിയല്ല, പാൻ. കുറച്ച് എണ്ണ ഒഴിക്കാം. ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം കാണാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ ലൈറ്റിൽ വെച്ചേക്കുന്നത്. ഈ ചട്ടി യൂസ് ചെയ്യാവുന്നതിന് അപ്പുറം യൂസ് ചെയ്ത് ഇത് വല്ല ജീവനുള്ളതായിരുന്നെങ്കിൽ തന്നെ വിളിക്കുന്ന സമയം തന്നെ. കാരണം എന്തുണ്ടാക്കിയാലും ഇതിലാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ട് സവാള ഇട്ട് കൊടുക്കാം. ആക്ച്വലി എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഇടും. ചൂടായി. ഇപ്പം മനസ്സിലായല്ലോ ചൂടായി. സവാളയിൽ വെള്ളമുള്ളത് കൊണ്ട് കുറച്ച് പൊട്ടിത്തെറികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കും. ഞാൻ ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇടും, എന്നിട്ട് സവാള ഇടും.
അല്ലെങ്കിൽ സവാള ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടും. കാരണം ഞാൻ അല്ലാണ്ട് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തീരെ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടൂല. ഉള്ളി ഇട്ടിട്ടിടുമ്പോൾ കുറച്ച് ഫ്ലേവർ കിട്ടും. ഞാൻ ഉള്ളി വലിയ കഷ്ണമായിട്ട് അരിഞ്ഞത്, ലൈക്ക് എനിക്കതാണ് ഇഷ്ടം, എനിക്ക് ഉള്ളി തിന്നാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായിട്ട് അരിഞ്ഞ്, എന്നിട്ട് വഴണ്ട് നല്ല ചെറുതാകും, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. നമുക്ക് എന്തിടാം, ഉപ്പിടാം. ഞാൻ ആദ്യമേ ഉപ്പ് നന്നായിട്ട് ഇടും, കാരണം ഉള്ളിയും പെട്ടെന്ന് വഴലും, പിന്നെ വേണേൽ ആഡ് ചെയ്താൽ മതിയല്ലോ. എന്തായാലും ഉപ്പ് ആവശ്യമാണ്. ചോറ് ആക്ച്വലി കഞ്ഞിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്, കാരണം ചിലപ്പോൾ നല്ല രീതിക്ക് വരും. അപ്പം നമ്മുടെ അരി തീർന്നപ്പോൾ നമ്മൾ കാലിഫോർണിയ എന്നുള്ള അരിയാണ് യൂസ് ചെയ്തത്. നേരത്തെ പൊന്നിയരിയാണ് യൂസ് ചെയ്തത്. അപ്പം ആദ്യം നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 വിസിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. പൊന്നിയരിയാണെങ്കിൽ 1 വിസിൽ മതി. ഞാനിപ്പോൾ 2 വിസിൽ അടിച്ചു. എനിക്ക് അറിയത്തില്ല എന്തായിരുന്നു, ജസ്റ്റ് നമുക്കൊന്ന് ആ ഒരു എന്താ പറയുന്നത് പൊത്തിക്കൊടുക്കാം. കഞ്ഞിയായെന്നാണ് എൻ്റെ ബലമായ സംശയം. സോ അപ്പം നമ്മൾ ഉള്ളി വഴണ്ടിട്ട് വരാം. ചോറ് നോക്കട്ടെ, ചാർജ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തീരും. ഓക്കെ. സോ ഗൈസ്, ഞാനിതിൽ എല്ലാം ഇട്ട് കേട്ടോ. ആക്ച്വലി കുക്കിംഗ് വീഡിയോ പോലെ എല്ലാം എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇട്ടു. ഇതിൽ ഞാൻ സവാള ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ചിലർ പേസ്റ്റും ഇടും, ഞാൻ ചിലപ്പോൾ പേസ്റ്റ് ഇടും. കൂടുതൽ ഞാൻ ഇങ്ങനെ പീസായിട്ട് എടുക്കാം, എനിക്ക് കടിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ഫ്ലേവർ. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കിയാലും ഇഞ്ചി വെളുത്തുള്ളി മാക്സിമം അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. തീർന്നുമ്പോൾ നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മേടിക്കണം. ഓക്കെ. അപ്പോൾ അതിട്ടു. അത് കഴിഞ്ഞിട്ട് തക്കാളി, നമ്മുടെ ക്യാരറ്റും ഇട്ടു. ജസ്റ്റ് ഒന്നായിട്ടുണ്ട്. നമുക്ക് പൊടി ഇടാം. ചോറ് ഞാൻ തുറന്നു. വിചാരിച്ചത്ര തനിയായില്ല. ഓക്കെയാണ്, ഊറ്റിയെടുത്താൽ മതി, റെഡിയാവും. ചോറ് നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പൊടിയെല്ലാം ആഡ് ചെയ്യാം. ആക്ച്വലി പൊടി ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഗരം മസാലയും ചിക്കൻ മസാലയും ഒക്കെ അല്ലാത്തത് ആഡ് ചെയ്യും. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. സോ ഇത് മുളക് പൊടിയാണ്. ഞാൻ ഇവിടെ പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് ശരി അത്യാവശ്യം സ്പൈസി ഇഷ്ടമാണ്. വെളുത്തങ്ങ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇടും. പിന്നെ ചോറ് അതിലിടുമ്പോൾ അതൊന്ന് ഇതായിക്കോളും, കൂടിയാലും. അതുകൊണ്ട് പൊടി ഇടാൻ എനിക്ക് ടെൻഷനില്ല, കാരണം മാനേജ് ആയിക്കോളും. മല്ലിപ്പൊടി, ഈ പൊടികളൊക്കെ ഉള്ളിച്ചോറ് ഇടുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഉള്ളിച്ചോറെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ചോറ്, കറി വേണ്ടാത്തൊരു ചോറ്. പക്ഷെ കറി ഇരിപ്പുണ്ട് ആക്ച്വലി. പക്ഷെ ഞാൻ എല്ലാ പൊടി ഇടും. ലൈക്ക് എനിക്കില്ലേ, എൻ്റെ ഒരു പൊടിക്കൊരു ലെവലിൽ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഈ ഇത്രയും സാധനം ഞാൻ എന്തുണ്ടാക്കിയാലും അതിലിടും. അതാണ് അതിൽ കോമഡി. ലൈക്ക് ഞാൻ അതങ്ങനെ ഒരു ഇത് പഠിച്ചു വെച്ചേക്കോ. ഇത് ഗരം മസാല ആണ്. ആക്ച്വലി ഞാൻ എക്സോസ്റ്റ് ഓൺ ആക്കാത്തെന്ന് വെച്ചാൽ, ഞാൻ എക്സോസ്റ്റ് ഓൺ ആക്കിയാൽ നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ എക്സോസ്റ്റ് ഓൺ ആക്കില്ല. ചിക്കൻ മസാല ഒരു കാര്യമില്ല, ചുമ്മാ ടേസ്റ്റിന്. പിന്നെ നമ്മുടെ മെയിൻ സാധനം കുരുമുളക്.
മുളക് പൊടി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇമ്മടെ കാരണം ഈ മസാല ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം, അതാണ് വേറൊരു. ലൈക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാതിട്ട് ഞാനേ മറന്നു പോയി ഇത് എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നതെന്ന്. അതാണ് സത്യം. ചിക്കൻ കറിയുടെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയൊന്നുമില്ല. ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടുക, ചോറിടുക, പുരട്ടിയെടുക്കുക. അപ്പോൾ സോ നമുക്ക് കഴിക്കാൻ നേരത്ത് കാണാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ കുറച്ച് കറി രീതിയിലെടുത്തട്ടോ. മീൻസ് കുറച്ച് എന്താ പറയുക, കറി ഒഴിച്ചെടുക്കുന്ന ലൈക്ക് കുഴഞ്ഞ പരുവത്തിലാണ് ഞാൻ എടുത്തത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കറി വേണ്ട, എനിക്കിങ്ങനെ കറി ഇട്ട് കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം, കഴിച്ചിട്ട് വരാം ഗൈസ്. പിന്നെ കുറച്ച് ആർഭാടത്തിന് മുട്ടയും പൊരിച്ചു. ഇന്നലത്തെ നമ്മുടെ എന്താ പറയുക, ഇതുണ്ടായിരുന്നു ഉള്ളിത്തോരൻ. നിങ്ങൾ വിചാരിക്കുക എന്താ ഈ ഉള്ളിന്ന്, പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ളി പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. പിന്നെ നാരങ്ങ അച്ചാർ. അപ്പം ഇത്രയാണ് നമ്മളുടെ ഫുഡ്. അപ്പോൾ ചരിഞ്ഞും വിരിഞ്ഞുമൊക്കെ പോണത് ഞാനിവിടെ അച്ചാറെടുത്തുകൊണ്ടിരിക്കുവാണ്. അതാണ് കേട്ടോ. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്ത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ അച്ചാറിനെ തഴഞ്ഞിട്ടിരിക്കുമായിരുന്നു. കാരണം നമ്മൾ വന്നപ്പോൾ മീനച്ചാറ്, കൊഞ്ചച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു എടുക്കുന്നത്. നാരങ്ങ തുറന്നിട്ടില്ലായിരുന്നു. ഇപ്പം എല്ലാം തീർന്നപ്പോൾ നമുക്ക് നാരങ്ങ വേണമല്ലോ. ആക്ച്വലി ഞാൻ അത്ര നാരങ്ങ ഫാൻ അല്ല. പിന്നെ ഉള്ളിച്ചോറിൻ്റെ കൂടെ കുറച്ച് അച്ചാറുണ്ടെങ്കിൽ കൊള്ളാമെന്ന മൈൻഡിൽ ബിരിയാണിയുടെ കൂടെ ഉള്ളിച്ചോറിനൊക്കെ കൂടെ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. നമുക്ക് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കാറ്. ലൈക്ക് യൂട്യൂബ് വീഡിയോസോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫോൺ കുത്തിയിടാം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പോയി എന്തായാലും ഫുഡ് കഴിക്കട്ടെ, കാരണം നല്ല വിശപ്പുണ്ട്. ലൈക്ക് ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മെയിൻ മീലെന്ന് പറയാൻ കാരണം ഉച്ചയ്ക്ക് 2 ബ്രെഡ് കഴിച്ചതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ കുറച്ച് മുമ്പ് വിശന്നപ്പോൾ 2 ബിസ്ക്കറ്റ് കഴിച്ചു, അത്രേ കഴിച്ചിട്ടുള്ളൂ. സോ ഫസ്റ്റ് പ്രോപ്പർ മീലെന്ന് പറയുന്നത് 12 മണിക്കാണ്. പിറ്റേ ദിവസമായി, ആക്ച്വലി 11:53. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിച്ചിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ സമയം 3 മണിയായി. 2:59. ഇത്രയും നേരം കുറച്ച് നേരം പഠിച്ചു, പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു. പക്ഷെ ഉറങ്ങിയില്ല, ജസ്റ്റ് കുറച്ച് നേരം ബ്രേക്ക് എടുക്കാൻ വേണ്ടി കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉറങ്ങാമെന്ന്, കാരണം നാളെ 11 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ നാളെ ഓൾമോസ്റ്റ് 6 ക്ലാസ് ഉണ്ട്, 6 ക്ലാസ് ഉണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം. ഇനി ഞാൻ
ഇരുന്നാൽ രാവിലെ എഴുന്നേൽക്കില്ല. എഴുന്നേൽക്കും, പക്ഷേ ക്ഷീണമായിരിക്കും. ലൈക്ക് നാളെ അത്രയും ക്ലാസ് ഉള്ളത് കൊണ്ട് പണിയായിരിക്കും, ഇല്ലെങ്കിൽ സീനില്ല. അപ്പം നാളത്തെ സബ്ജക്റ്റ് കുറച്ചൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി വെച്ചു, വായിച്ചൊക്കെ നോക്കി വെച്ചു. അപ്പോൾ എന്തായാലും കിടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഇവിടെ സോഫയിൽ കിടക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് അതാകുമ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. രാവിലെ ഞാൻ വീട്ടിലും അങ്ങനെ ആയിരുന്നു, നേരത്തെ എഴുന്നേൽക്കേണ്ട ദിവസമാണെങ്കിൽ ഞാൻ ഹോളിലാണ് കിടക്കുന്നത്, അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. ഈ വീഡിയോയും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഉറങ്ങും, അപ്പോഴത്തേക്കിന് സമയമാകും. അപ്പം അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് രാത്രിയിലത്തെ നൈറ്റ് റൂട്ടീനൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട 3 മണി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസായിട്ട് വരാം. ലോങ് വീഡിയോസ് എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോകുന്നതാണ്. അപ്പോൾ അതാണ് സംഭവം. സോ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.